ആം ആദ്മി പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെയും ഡൽഹിയിലെയും MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തിയതോടെയാണ് നിർണായകമായ നീക്കം. നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിലെന്നാണ് സൂചന. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേർന്നത്. അച്യുതൻ, ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നിർണായക നീക്കം നടത്തുന്നത്. എത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുക? അതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ച കൊണ്ടുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ്? സൂര്യരശ്ന, ഈ സമീപകാലത്തില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ തന്നെ പല മുതിർന്ന നേതാക്കളും പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാജ്യസഭയിൽ 10 MPമാരിൽ 7 പേരും പാർട്ടി വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ പാർട്ടി ഒരു പിളർപ്പിലേക്ക് കടക്കുന്ന ഒരു സൂചന കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ദേശീയ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നേരിട്ട് ഈ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി, അതായത് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചാബിലെയും ഡൽഹിയിലെയും MLA-മാരുമായി അരവിന്ദ് കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തും. അതൊരു വിശ്വാസം ഉറപ്പിക്കുന്നതിന് കൂടിയാണ് ആ കൂടിക്കാഴ്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ പല നേതാക്കൾ, ഈ MPമാർ അടക്കം പാർട്ടി വിട്ടൊരു സാഹചര്യമുണ്ട്. അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കും. എവിടെയാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയത്? കാരണം ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് പാർട്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്ര സജീവമല്ല. മുതിർന്ന നേതാക്കൾ, അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രവർത്തകരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി എന്നൊരു ആരോപണം, ഒരു ആക്ഷേപവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം പരിശോധിച്ച ഈ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. അതിന് മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. എന്തായാലും ആ കൂടിക്കാഴ്ച ഡൽഹിയിലായിരിക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാർട്ടി വിട്ട MPമാരെ അയോഗ്യരാക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രാഷ്ട്രപതിയുടെ സമയം തേടിയിരുന്നു. അതിൽ ഇതുവരെയും ഒരു മറുപടി പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല. അതായത് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചതായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള മറുപടിയും ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, MP സഞ്ജയ് സിംഗും ഈ MPമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരുക്കൾ ആം ആദ്മി പാർട്ടി നീക്കുമ്പോഴും പല മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടുപോകും എന്നുള്ള ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ആം ആദ്മി പാർട്ടി അതിലെ MLA-മാരെയും പ്രവർത്തകരെയും മുതിർന്ന നേതാക്കളെയും ഒപ്പം നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.